ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി. പലയിടങ്ങളിലും ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ചിരിക്കുകയാണ്. അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചതായും റിപ്പോർട്ടുണ്ട്. BK സുഹൈലാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. സുഹൈൽ, ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം വിച്ഛേദിച്ചിരിക്കുന്നു, വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു, ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു. സാഹചര്യം എത്രത്തോളം സങ്കീർണമാണ് സുഹൈൽ? അനീഷ, ഡിസംബർ 28 മുതൽ ആരംഭിച്ച ഇറാനിലെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ 13ാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. 2022 മഹ്സ അമീനി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിട്ട് തന്നെ ഇത് വളർന്നിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടിയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ പ്രതിഷേധക്കാർ നിലവിലുള്ള ഭരണം മാറണം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടങ്ങിയിരിക്കുന്നു. കാംനായിക്ക് എതിരെ പോലും മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന സാഹചര്യമുണ്ട്. 2ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഇന്റർനെറ്റ് ബ്ലാക്ക്ഔട്ട്. ഇത് ജനങ്ങളെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാരണമാക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം 2 ദിവസമായി ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. വ്യാപകമായി വൻ പ്രതിഷേധങ്ങൾ നടക്കുന്നു. നേരത്തെ തെഹ്റാൻ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഷ്ഹദ്, തബ്രീസ്, ഇസ്ഫഹാൻ, യസ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുന്നു. 31 പ്രവിശ്യകളിലും ഏകദേശം 180 നഗരങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് 65 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഇതിൽ സാധാരണക്കാരുമുണ്ട്, അതോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥരുമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അറസ്റ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 2000-ന്റെ മുകളിലേക്ക് അത് പോയിരിക്കുന്നു. പലയിടത്തും അക്രമാസക്തമാകുന്നു. വാഹനങ്ങൾ, അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, ഇതിനെല്ലാം തീയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനായി പ്രതിഷേധത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ്. ഈ പ്രതിഷേധം നടത്തുന്നവരും US-ന്റെയും ഇസ്രായേലിന്റെയും ഏജന്റുമാരാണ് എന്ന് പറയുന്നു. ഇപ്പോൾ അറ്റോർണി ജനറലിന്റേതായി വരുന്ന ഒരു പ്രസ്താവന, ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ മരണശിക്ഷയ്ക്ക് വരെ വിധേയമാകാൻ കുറ്റം ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അതേപോലെ തന്നെ IRGC-യുടേതായി വന്നിട്ടുള്ള ഒരു പ്രതികരണം, എല്ലാ റെഡ് ലൈനും മടന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്ന് പറയുന്നു. സ്വാഭാവികമായും നമുക്കറിയാം ഇറാനിലെ പ്രതിഷേധത്തിനുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷെ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണക്കാർ അത് US-ഉം പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആണവ കരാറിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു കരാർ, അതിൽ നിന്ന് ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഉപരോധമുണ്ടാകുന്നത്. ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇറാനെ സമ്പൂർണമായി ഉപരോധിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇറാൻ എടുത്തെറിയപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ ഭരണമാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരുടെ രണ്ടുപേരുടെയും ദീർഘകാലമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഈ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ എല്ലാം പിന്നണിയിൽ അവരുണ്ട് എന്നുള്ള കാര്യവും തീർച്ചയാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പ് ഇറാനിലെ പഹ്ലവി ഭരണകൂടം ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ മൊസാദിന്റെ പ്രധാന പ്രവർത്തനം കൂടിയായിരുന്നു ഇറാൻ. എന്നാൽ ഖുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തിന് ശേഷം ഇറാൻ കടുത്ത അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ഫലസ്തീൻ വിമോചനം എന്ന് പറയുന്നത് അവരുടെ ദേശീയ ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി, വ്യാപാരികളിൽ നിന്നാണ് പ്രക്ഷോഭം തുടങ്ങിയത്. വലിയ ജനകീയ പങ്കാളിത്തമുള്ള ഒന്നായി അത് മാറിയിരിക്കുന്നു. ഭരണമാറ്റത്തിനായുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. റെജീം ചേഞ്ച്, ഭരണമാറ്റം എന്നുള്ളത് വലിയ ഒരു മുദ്രാവാക്യമായി അത് മാറുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. പ്രത്യേകിച്ചും ഇറാന്റെ ഒരു ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ 9 കോടിയാണ് ജനസംഖ്യയുള്ളത്. അതിൽ 60% 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വിപ്ലവത്തിന്റെ ഓർമ്മകളൊന്നുമില്ലാത്ത ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ആധുനിക ലോകത്തോടൊപ്പം സഞ്ചരിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. സ്വാഭാവികമായും അവരെ വിലക്കെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ അവർ തിരിയുക എന്ന് പറയുന്നതും സ്വാഭാവികമായും വലിയ ഒരു കാര്യം തന്നെയാണ്. ആയത്തുള്ള അലി ഖാംനായിയെ സംബന്ധിച്ചിടത്തോളം 86 വയസ്സുള്ള ഒരു നേതാവ് 36 വർഷമായി അധികാരത്തിൽ തുടരുകയാണ്. ഈ നേതാവിനെ അവിടെ നിന്നും നിഷ്കാസനം ചെയ്യണം എന്നാണ് 30 വയസ്സിൽ താഴെയുള്ള യുവതലമുറയിലെ ഒരു വലിയ വിഭാഗം ഇപ്പോൾ പറയുന്നത്. സ്വാഭാവികമായും ഇറാനിൽ ഒരു ഭരണമാറ്റം വരണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു.
അമേരിക്ക ഈ പ്രതിഷേധങ്ങൾക്ക് സാമ്പത്തികമായും അല്ലാതെയും നേരിട്ട് പിന്തുണ നൽകുന്നു. നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാൻ കുറവാണ് അമേരിക്ക എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ മേഖലയിലുള്ള പല ഇടങ്ങളിലേക്കും US-ന്റെ പോർവിമാനങ്ങളും മറ്റും എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ കുറെ കാലമായി അവരുടെ ശാസ്ത്ര പുരോഗതിയിലാവട്ടെ, സാമ്പത്തിക മേഖലകളിലാകട്ടെ, അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ വികസിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നു. ഇനി അത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് ചെയ്യുക? നിലവിലുള്ള പെസഷ്കിയാൻ സർക്കാർ ഈ ഒരു വിപ്ലവത്തെ, നിലവിലുള്ള ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ലോകമാകെ ഉറ്റുനോക്കുന്നത്. അനീഷ, സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയെ മുൻനിർത്തി ആരംഭിച്ച പ്രതിഷേധമായിരുന്നു. അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനി റിയാലിന്റെ മൂല്യം ഇടിയുന്നു, അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന പ്രതിഷേധമാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. സാഹചര്യം കൈവിട്ടു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ ട്രംപിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഈ പ്രതിഷേധക്കാർ ചെയ്യുന്നത് ട്രംപിനെയും അമേരിക്കയെയും പിന്തുണയ്ക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം, ഇങ്ങനെ ഒരു പ്രതിഷേധം ഇറാനിൽ നടക്കുന്നതെന്നാണ് ഖാംനഈ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് US ഉൾപ്പെടെ ഈ മേഖലകളിലേക്ക് പോർ വിമാനങ്ങൾ അയച്ചു എന്നുള്ളതാണ്. ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമാണോ അത് മനസ്സിലാക്കുന്നത്? ഒപ്പം തന്നെ ഖാംനഈ ഇതിനെ എങ്ങനെയാകും നേരിടുക? അമേരിക്ക എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? സുഹൈൽ, നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക പോകാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പശ്ചിമേഷ്യയിലേക്ക് ഒരു യുദ്ധം വരിക എന്നുള്ളത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ അടക്കം വലിയ സമ്മർദ്ദങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കണക്ക് തീർക്കാനുണ്ട് ഇറാനിൽ. 1979 നവംബർ മാസത്തിൽ ഇറാൻ വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിലെ US എംബസി ഉപരോധിക്കുന്ന പ്രക്ഷോഭകർ US നയതന്ത്ര ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു. അമേരിക്ക ചാരവൃത്തിയിലൂടെ സ്വന്തമാക്കിയിരുന്ന ഇറാനെ കുറിച്ചുള്ള രേഖകളെല്ലാം പ്രക്ഷോഭകർ പിടിച്ചെടുക്കുന്നു. ബന്ദികളുടെ മോചനത്തിനായി US നടത്തിയ സൈനിക ഓപ്പറേഷൻ ദയനീയമായി പരാജയപ്പെടുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടായിരുന്നു അത്. കാരണം 444 ദിവസത്തിന് ശേഷമാണ് 1981 ജനുവരിയിൽ 52 US പൗരന്മാരെ ഇറാൻ അന്ന് വിട്ടയക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് കണക്ക് ചോദിക്കാൻ അമേരിക്ക കുറെ കാലമായി കാത്തിരിക്കുകയാണ്. അതിലപ്പുറമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയും അതേപോലെ തന്നെ കണ്ണിലെ കരടുമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഈ